കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14, 1-7 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു സാബത്തിൽ യേശു ഫരിസേയ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി. അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കും. അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുക. ആതിഥേയൻ വന്ന് നിന്നോട്, സ്നേഹിത, മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു, നീ ഒരു സദ്യയോ അത്താഴവിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ ആൾക്കാരെയോ വിളിക്കരുത്. ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ ഉത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട അതിപ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നത്തെ വായനയിലൂടെ കർത്താവ് നമുക്ക് തരിക. ഒരുവന് ആത്മീയമായിട്ട് വളർന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് പ്രത്യേക അളവുകോലൊന്നും ആത്മീയ വളർച്ച പ്രാപിച്ചത് കണ്ടുപിടിക്കാനായിട്ടില്ല. നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ പനിയുടെ അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഷുഗറിൻ്റെ അളവ് ഇപ്പോൾ എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രഷറിൻ്റെ വേരിയേഷൻ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരാൾക്ക് തൻ്റെ ആത്മീയ ജീവിതം, ദൈവത്തോടുള്ള ബന്ധം എത്രമാത്രം വളർന്നു എന്ന് നമ്മൾ പരിശോധിച്ച് കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒരളവുകോലില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കർത്താവ് വചനത്തിലൂടെ പറയുന്നൊരു കാര്യമാണ്, ഒരു വൃക്ഷത്തെ മനസ്സിലാക്കുന്നതിൻ്റെ ഫലത്തിൽ നിന്നാണ്. ഒരു വൃക്ഷം നല്ലതാണോ അത് ചീത്തയാണോ എന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഫലത്തിൽ നിന്നാണ്. അത് പുറപ്പെടുവിക്കുന്നത് നോക്കിയിട്ടാണ്. നല്ല ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. നമ്മൾ പറയും അത് നല്ല മരമാണെന്ന് പറയും, അല്ലേ? ഇവിടെ തന്നെ കോവിഡ് കാലത്ത് മേടിച്ച് വെച്ച ചില മാവും ചില പേര മരമൊക്കെ എടുത്ത് കളയേണ്ടി വന്നിട്ട് പുതിയത് വെക്കേണ്ടത്. കാരണം എന്താ, ഉണ്ടായി കഴിഞ്ഞപ്പോൾ പേട്ടുപോലിരിക്കുന്ന പേരക്ക അത് പറിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ മുഴുവൻ കേടും. പിന്നെ അത് വെട്ടിക്കളഞ്ഞിട്ട് വേറെ പുതിയ പേരമരം കൊണ്ടുവന്ന് വെക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഫലത്തിൽ നിന്നാണ് ഒരു വൃക്ഷത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, ഒരുവൻ യഥാർത്ഥത്തിൽ ആത്മീയ വളർച്ച പ്രാപിച്ചുവോ എന്ന്, ഒരുവൻ്റെ ആത്മീയത മാറ്റുരച്ച് നോക്കുന്നത് അവൻ എത്രമാത്രം എളിമയോടെ ജീവിക്കുന്നു എന്നതിൻ്റെ വെളിച്ചത്തിലാണ്. നമുക്ക് എളിമപ്പെടുന്ന അനുഭവങ്ങളെ സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്, അല്ലേ? സമൂഹത്തിൻ്റെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ, എന്തിന് കുടുംബത്തിൽ പോലും ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മുമ്പിലോ ഭർത്താവിന് ഭാര്യയുടെ മുമ്പിലോ മക്കൾക്ക് മാതാപിതാക്കളുടെ മുമ്പിലോ ഒക്കെ എളിമപ്പെടുന്ന അനുഭവങ്ങളെ സ്വീകരിക്കാൻ പോലും പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളിൽ വലിയ അസ്വസ്ഥതകളുണ്ടാകുന്നത്. നിരന്തരമായ കലഹങ്ങളും ഭിന്നതകളും ഒച്ചപ്പാടും ബഹളമൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ അരങ്ങേറുന്നതിന് കാരണം എന്താ? എവിടെയൊക്കെയോ എളിമപ്പെടാൻ സാധിക്കാതെ പോകുന്ന ചില ജീവിത അനുഭവങ്ങൾ അതിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ്. ഇന്നത്തെ ആദ്യവായനയിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മപ്പെടും. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം എളിമപ്പെടുക, അപ്പോൾ ദൈവകൃപയ്ക്ക് നീ പാത്രനാകും.
മനുഷ്യൻ്റെ അംഗീകാരത്തെക്കുറിച്ചല്ല പറയുന്നത്, മനുഷ്യൻ്റെ കയ്യടിയെക്കുറിച്ചല്ല പറയുന്നത്, മനുഷ്യൻ്റെ നല്ല വാക്കിനെ കുറിച്ചല്ല പറയുന്നത്. മറിച്ച് ദൈവപ്രീതിക്ക്, ദൈവകൃപയ്ക്ക് നീ പാത്രനാകണോ? ഒരു ആത്മീയ വളർച്ച, കൃപയിൽ നിനക്ക് വളരണമോ? ആത്മീയ വളർച്ച പ്രാപിക്കണോ? എന്ത് ചെയ്യണം? നീ എത്രമാത്രം ഉന്നതനാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ അത്രമാത്രം നീ അങ്ങോട്ട് എളിമപ്പെടുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പറയുന്നേ. നമുക്ക് ചിലപ്പോൾ മണിക്കൂറുകൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റും, ഒറ്റ ദിവസം മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റും, ജീവിതത്തിൻ്റെ പല ആത്മീയ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട മണിക്കൂറുകൾ വ്യാപരിക്കാൻ പറ്റും. പക്ഷേ എളിമപ്പെടുന്ന കാര്യം വരുമ്പോൾ പലർക്കും പറ്റുകയില്ല. ഫ്രാൻസിസ് സാലസ് MSF സഭയുടെ സ്വർഗീയ മധ്യസ്ഥൻ പറയുന്നൊരു കാര്യമാണ്, എളിമപ്പെടാതെ ഒരുവനിൽ കൃപ നിറയില്ല. എത്രമാത്രം ഒരുവൻ എളിമപ്പെടുന്നുവോ അത്രമാത്രം ദൈവകൃപയ്ക്ക് ഒരു ദൈവ പൈതൽ പാത്രനാകും. അപ്പം അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എളിമപ്പെടുത്തുന്ന അനുഭവങ്ങളെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയല്ലേ വേണ്ടേ? കാരണം എന്താ? എന്തിനാണ് ദൈവം എന്നെ എളിമപ്പെടുത്തുന്നത്? ഒരു സഹനത്തിലൂടെ, ഒരു രോഗത്തിലൂടെ, ഒരു ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളുടെ അനുഭവങ്ങളിലൂടെയൊക്കെ, മറ്റുള്ളവരിലൂടെയൊക്കെ ദൈവം എന്തിന് എന്നെ എളിമപ്പെടുത്തുന്നു എന്ന ചോദ്യത്തിൻ്റെ പിന്നിലുള്ള ഉത്തരം എന്താണ്? എളിമപ്പെടുന്നതിലൂടെയാണ് ഞാൻ കൃപയിൽ വളരുന്നത്. അപ്പോൾ ആരിലൂടെയെങ്കിലൊക്കെ, ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിലൂടെ നാം എളിമപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ആ സാഹചര്യങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കണം. ഒട്ടും പറ്റാത്ത കാര്യം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആത്മീയമായി വളർന്നവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണെന്ന്. നീ ആ അനുഭവങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കണം. ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തിയാണ് നിന്റെ സമൂഹത്തിൽ കളിയാക്കിയെന്ന് വിചാരിക്കുക, നിന്നെക്കുറിച്ചില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നതെന്ന് വിചാരിക്കുക, നിന്നെ വല്ലാതെ തരം താഴ്ത്തുകയും നിന്റെ ജീവിതത്തെയും നിന്റെ കുടുംബത്തെയൊക്കെ അത്ര കണ്ട് അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാര രീതിയാണെന്ന് വിചാരിക്കുക. ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥകളുണ്ടാവും, ഭാരമുണ്ടാവും. ഒരുപക്ഷെ നമ്മൾ എളിമപ്പെടുന്ന, സമൂഹത്തിന് മുമ്പിൽ എളിമപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഫ്രാൻസിസ് സാലസ് പറയാണ്, അങ്ങനെ എളിമപ്പെടുന്ന അനുഭവങ്ങൾ ദൈവം അനുവദിച്ചത് കൊണ്ടാണല്ലോ നിന്റെ ജീവിതത്തിൽ വന്നേ. ആ അനുഭവങ്ങളോട് നീ എന്ത് ചെയ്യണം? ആ അനുഭവങ്ങളെ സ്നേഹത്തിൽ സ്വീകരിക്കുകയും ആരുമൂലമാണോ നീ എളിമപ്പെട്ടത് അവനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. കാരണം അവനിലൂടെയാണ് കൃപയിൽ വളരാനുള്ള ഒരു സാഹചര്യം ദൈവം നിനക്ക് ഒരുക്കി തന്നതെന്ന്. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും? നമുക്ക് എത്ര പേർക്ക് അങ്ങനെ ഒന്നും മനസ്സിൽ ആ സമയത്ത് ആലോചിക്കാൻ പറ്റും? നമ്മുടെ പ്രശ്നം നമ്മുടെ ഈഗോയും ഇല്ലേ, എളിമയ്ക്ക് വിപരീതമായി നിൽക്കുന്ന അഹങ്കാര ചിന്തയെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അഹങ്കാരത്തിൻ്റെ ഏറ്റവും ശക്തമായ ലക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ ക്ഷമിക്കാൻ പറ്റാത്തതാണ്. ഞാൻ ക്ഷമിക്കില്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറയുന്നത് മറ്റൊരു വാക്യം പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അഹങ്കാരിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇനി പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ വചനം പറയാണ്, അഹങ്കാരിയുടെ മറ്റൊരു ലക്ഷണത്തെക്കുറിച്ച് പറയാണ്, അഹങ്കരിക്കുന്നവൻ അഹങ്കാരം തുടങ്ങുമ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അകലുന്നു. പ്രാർത്ഥനാ ജീവിതം അവസാനിക്കും, പാപജീവിതം ആരംഭിക്കും. ദൈവത്തിൽ നകലും, വിശ്വാസത്തിൽ നകലും, പ്രാർത്ഥനയില്ല, ദേവാലയ ബന്ധിത ജീവിതമില്ല, കൗദാശിക ജീവിതമില്ല. മറ്റൊരു വാക്യം പറഞ്ഞാൽ അവൻ്റെ ദൈവം അവൻ തന്നെ ആയിട്ട് മാറും. അവൻ തീരുമാനിക്കും അവനെ ഏതാണ് നന്മയെന്ന്, അവൾ തീരുമാനിക്കും അവൾക്ക് നന്മ ഏതാണെന്ന്. അപ്പോൾ മറ്റുള്ളൊരു കുടുംബത്തിലുള്ള അപ്പനോ അമ്മയോ പറഞ്ഞു കൊടുത്താൽ പോലും ബാഹ്യമായി നോക്കിയാൽ തിന്മയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണെങ്കിൽ പോലും അഹങ്കാരത്തോടെ നിൽക്കുന്നൊരു വ്യക്തി ഞാൻ ചെയ്യുന്നതാണ്, ഞാൻ പറയുന്നതാണ് ശരിയെന്നല്ലാതെ മറ്റൊരാൾ തിരുത്താൻ ശ്രമിച്ചാൽ അത് അംഗീകരിക്കാൻ തയ്യാറാകില്ല. അതുകൊണ്ടാണ് പല കുടുംബങ്ങളിലും അപ്പൻ തീരുമാനിക്കും ശരിയെന്താണെന്ന്, അമ്മ തീരുമാനിക്കും ശരിയെന്താണെന്ന്, അത് കുടുംബാംഗങ്ങൾ അനുസരിച്ചോളണം. തെറ്റാണെന്നറിയാം, മക്കൾ പറയും അപ്പം അത് ശരിയല്ലല്ലോ, അമ്മയെ പറയുന്നത് ശരിയല്ലോ, ആ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറയും. ഇങ്ങോട്ടൊന്നും പറയാൻ വന്നേക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറയും. പണ്ട് കാലത്തൊക്കെ അത് പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ മക്കൾ മുഖത്ത് നോക്കി പറയും, അപ്പം അത് ശരിയല്ല കേട്ടോ, അപ്പനെ പറയുന്നത് ശരിയല്ല കേട്ടോ, അമ്മയെ പറയുന്നത് ശരിയല്ല കേട്ടോ. ഒരു പയ്യനെ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ വെച്ചാൽ ഞാൻ അത്യാവശ്യം പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ഞാനിപ്പോൾ പള്ളിയിൽ പോകും, പ്രാർത്ഥനയൊക്കെ കുറച്ചതിന് ഒരു കാര്യം ഇത്രേ ഉള്ളൂ, അമ്മ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന അമ്മയാണ്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാണ്, എല്ലാ ദിവസവും കുർബാനയ്ക്കും പോകുന്ന, തിരിച്ച് വീട്ടിൽ വരുമ്പോഴേ ആ വഴിയിൽ കണ്ട ആരുടെയെങ്കിലോ
പള്ളി കണ്ട ആരുടെയെങ്കിലുമൊക്കെ കുറ്റം പറയാൻ തുടങ്ങും. വീട്ടിൽ വന്ന് കയറുമ്പോഴും കുറ്റം പറച്ചിൽ തുടങ്ങും. മകൻ പറഞ്ഞു, എൻ്റെ അമ്മ ഇപ്പം പള്ളിയിൽ പോയിട്ട് കുർബാന സ്വീകരിച്ച് വന്നല്ലേ ഉള്ളൂ, 1 മണിക്കൂർ പോലും ആയില്ലല്ലോ, ഇതമ്മ കേൾക്കുകയില്ല, ഇത് തന്നെ നിര. ഈ മകൻ പറഞ്ഞു, എൻ്റെ അച്ഛാ അമ്മ ഈ പള്ളിയിൽ പോവും പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ടും അമ്മ നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുകയും നമ്മുടെ തന്നെ കുറ്റങ്ങളിലേക്ക്, നമ്മുടെ തന്നെ കുറവുകളിലേക്ക് തിരിയാതിരിക്കുകയും ചെയ്യുന്നത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് നമുക്ക് തോന്നാം, ദൈവത്തെ വിളിക്കുന്നവരാണ് നമുക്ക് തോന്നാം. പക്ഷേ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തെ വിളിക്കുമ്പോഴും ആത്മീയ ശുശ്രൂഷകളിൽ വ്യാപരിക്കുമ്പോഴും നമ്മൾ ഹൃദയം കൊണ്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രതിഫലത്തിലേക്കാണ് ഉറ്റുനോക്കുന്നത്. അതുകൊണ്ടാണ് സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് പോലും പറയുന്നുണ്ട്, നീ വിളിക്കുമ്പോൾ നീ ഒരു കാര്യം ചെയ്യേ, നിനക്ക് തിരിച്ച് പ്രതിഫലം, നിന്നെ തിരിച്ച് വിളിക്കാൻ പറ്റാത്തവരെ നീ വിളിക്ക്, അപ്പോൾ നിനക്ക് സ്വർഗത്തിൻ്റെ പ്രതിഫലം ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മുടെ പല തീരുമാനങ്ങളും ആലോചനകളും ചെയ്തികളൊക്കെ മനുഷ്യൻ്റെ കൈയടിക്കും മനുഷ്യൻ്റെ പ്രതിഫലത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വെറുതെ നമ്മൾ സമൂഹത്തിലേക്കും ചുറ്റുപാടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നന്മ ചെയ്യുന്നു എന്ന് തോന്നുന്ന പല മേഖലകളിലും ഒരുപക്ഷെ ചെയ്യുന്ന നന്മ എന്താണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ട് തോന്നുകയാണ്. ഇവിടെ വായനകളെല്ലാം വെളിച്ചത്തിൽ ഒരു കാര്യം ഹൃദയത്തിലെടുക്കേണ്ടത്, നമ്മൾ എത്രമാത്രം ആത്മീയമായിട്ട് വളർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, മറ്റുള്ളവർ നമ്മളിൽ നിന്ന് മനസ്സിലാക്കുക, നമുക്ക് എത്രമാത്രം എളിമപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. ക്ഷമിക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് എളിമയില്ല. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ക്ഷമിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ധൈര്യമൊന്നും വേണ്ട. പക്ഷേ ക്ഷമിക്കാൻ നമുക്ക് ധൈര്യം വേണം, ക്ഷമിക്കാൻ നമുക്ക് ബലം വേണം. അല്ല, നമ്മൾ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, മുറിപ്പെടുത്തുന്ന ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ അത്ര കണ്ടൊരു ധൈര്യമുള്ളവരെ പറ്റുള്ളൂ, ബലമുള്ളവരെ പറ്റുള്ളൂ. അപ്പൊ ക്ഷമിക്കുന്നത് ബലമുള്ളവന്റെ ശൈലിയാണ്. അല്ലെങ്കിൽ അവന്റെ ബലഹീനത, നമ്മൾ ക്ഷമിച്ച് വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ അവന്റെ ബലഹീനതയായിട്ട് പലപ്പോഴും കാലഘട്ടം മനസ്സിലാക്കുന്നത് അല്ല. ക്ഷമിക്കുന്നത് ധൈര്യമാണ്. ക്ഷമിക്കാതിരിക്കുന്നതിനേക്കാളും ധൈര്യം വേണം ക്ഷമിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബലഹീനതകളായിട്ട്, ക്ഷമിക്കുന്നത് ബലഹീനതയായിട്ട് കാണുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ ക്ഷമ എന്ന് പറയുന്നത് കർത്താവിൻ്റെ കാരുണ്യത്തിൽ ജീവിതം കൊടുക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവമാണ് എന്നെ നടത്തുന്നതെന്നും ദൈവത്തിൻ്റെ കരുതൽ സ്നേഹമാണ് ഇന്നോളം എന്നെ വളർത്തിയതെന്നും എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം വിനയത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് എളിമയുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റുക. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നമ്മൾ പാത്രരാകും. മറ്റൊരു വാക്യം പറഞ്ഞാൽ നമ്മൾ ആത്മീയ വളർച്ച പ്രാപിക്കും. അതുകൊണ്ട് യഥാർത്ഥ ആത്മീയ വളർച്ച പ്രാപിക്കാൻ തമ്പുരാന്റെ മുമ്പിൽ എളിമപ്പെട്ട് ഈശോ നമുക്കതിന് ഉദാത്തമായ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ, അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി എളിമപ്പെടുത്തി നമ്മൾ ഒരുവനായി തീർന്നു എന്നാണ് പറയുന്നത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്, അഹങ്കാരികളെ കർത്താവ് എതിർക്കുകയും വിനയമുള്ളവർക്ക്, എളിമയുള്ളവരെ കർത്താവ് ഉയർത്തുകയും ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് കർത്താവിൻ്റെ കാരുണ്യത്തിലും സ്നേഹത്തിലും കരുതലിലും പരിപാലനയിലും നിരന്തരം ആശ്രയിച്ച് ദൈവം നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറഞ്ഞ് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കൃപയ്ക്കും സ്വർഗത്തിൻ്റെ പ്രതിഫലത്തിനും നമ്മൾ പാത്രീഭവിക്കുന്നവരായിട്ട് മാറും. ഈ ഒരു കൃപയ്ക്കായി ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അഹങ്കാരത്തിൻ്റെ ചിന്തകളിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കണമേ എന്നും ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും ജീവിക്കാൻ നമ്മെ പരിശുദ്ധാത്മാവിൽ സഹായിക്കണമേ എന്ന് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.